ഹലോ ഹായ്, റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ മന്തിയാണ്. അപ്പോൾ ഈ ചിക്കൻ മന്തി എത്ര അറിയാത്ത ആളുകളാണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് മന്തി വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. കടകളിൽ നിന്നും വാങ്ങിക്കുന്ന അതേ രുചിയിൽ നമുക്കിത് തയ്യാറാക്കാം. നിങ്ങൾക്കിത് പെരുന്നാളിനോ അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഒരു പേടിയുമില്ലാതെ ഈ ഒരു റെസിപ്പി നിങ്ങൾ തയ്യാറാക്കിക്കോളി. അപ്പോൾ ഞാനിത് അവിടെ ഒരു 2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഒരു 2-3 പ്രാവശ്യം നമ്മളിത് ഈ ഒരു രീതിയിൽ കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമ്മളിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാഗി ക്യൂബാണ് ഇട്ടെടുക്കുന്നത്. 2 കിലോ അരിക്ക് ഞാൻ 2 മാഗി ക്യൂബാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു 4 ഈ ഒരു പൊതിയിൽ 4 കഷ്ണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ചിടാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 മാഗി ക്യൂബാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഒന്ന് ഞാൻ വേറൊരു ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു ക്യാപ്സിക്കോ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു പകുതി സവാള ചെറുതായി കട്ട് ചെയ്തതും, പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് 1 ടേബിൾ സ്പൂണും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ മന്തി മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ടേബിൾ സ്പൂണിന് ഞാനൊരു അളവനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലാത്തവരാണെങ്കിൽ ടേബിൾ സ്പൂണൊക്കെ ഉപയോഗിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഒരു 3 ചിക്കൻ സ്റ്റോക്കാണല്ലോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ലേശം ഒരു ഉപ്പിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു ലേശം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കിലോ അരിക്ക് 2 മാഗി ക്യൂബ് മതിയാവും. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് നോക്കാം കേട്ടോ. നമ്മൾ മാഗി ക്യൂബ് ഇടുമ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കനാണിത്. ചിക്കനിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഉപ്പും മസാലകളൊക്കെ ഇതിൽ പിടിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഓയിൽ കുറവാണെങ്കിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചെടുത്ത് വീണ്ടും നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇട്ടെടുത്തതിന് ശേഷം ചിക്കനിൽ നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ചിക്കൻ്റെ ആ കട്ട് ചെയ്ത വരകളുടെ ഉള്ളിലൊക്കെ നല്ല രീതിയിലൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ചെയ്യുക. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ കുറച്ച് കുക്കിങ്ങും ടിപ്സുകളൊക്കെ ഉണ്ടാവും. നല്ല നല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് വീണ്ടും നല്ല രീതിയിൽ ഒന്നുകൂടെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഞാൻ കുറച്ച് നേരം ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാനിതാ അവിടെ വെള്ളം അടുപ്പത്തിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 പട്ടയും അതുപോലെ ഗ്രാമ്പു കുറച്ചിട്ടിട്ടുണ്ട്. അതുപോലെ 3-4 ഏലക്കായും കുറച്ച് കുരുമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ നീരും പിഴിഞ്ഞ് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഓയിലും സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും അതുപോലെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഈ അരി ഇട്ട് കൊടുക്കുന്നത്. വെള്ളം നന്നായി ഒന്ന് തിളയ്ക്കണം കേട്ടോ. അതിന് ശേഷം
അരിയിട്ട് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ അരി വെള്ളം എടുക്കുന്നതാണെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ ചോറ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചോറൊന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ ചിക്കനൊക്കെ കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമ്മളിപ്പോൾ അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ അടിവശമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് കുഴച്ച് വെക്കുമ്പോൾ അത്രയും മസാലകളൊക്കെ നമ്മുടെ ഇറച്ചിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ അത്രയും കുറച്ച് സമയം വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും സമയം വെക്കാം. ഏകദേശം 1 മണിക്കൂറെങ്കിലും മസാല കുഴച്ച് ഇറച്ചി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ടും തിരിച്ചിട്ടൊക്കെ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിലൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വേവിക്കുമ്പോൾ ഈ ഒരു കളറിൽ ആയിരിക്കും. നമ്മുടെ ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ ഇതിലെ ഓയിലൊക്കെ വേറൊരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓയിലൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് ചിക്കന് ആ ഉള്ള ഓയിലിൽ ഒന്നും കൂടെ വേവിച്ചെടുക്കുമ്പോൾ ചിക്കനക്ക് നല്ലൊരു കളറും നല്ലൊരു ഇതൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് എടുത്ത് വെച്ച് അതിന് ശേഷം ഈ ചിക്കൻ ഒന്നും കൂടെ ഒന്ന് വേവിച്ച് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളറിൽ ഒരു ഭംഗിയിലും കാണാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം നമ്മളിതിലേക്ക് വെന്തിട്ടുള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ കുറച്ചൊന്ന് ഒഴിച്ചെടുക്കാം. ഇനി അതിൻ്റെ മേലെ വീണ്ടും ഞാൻ ലേശം കൂടെ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെ ബാക്കിയുള്ള ഓയിലും കൂടെ അതിൻ്റെ മേലെ ഒഴിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് റെഡ് ഫുഡ് കളർ ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് അതിൻ്റെ കൂടെ ഒഴിച്ചെടുക്കാം. ഇത് വേണ്ടാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാനിതുപോലെ കലക്കി വെച്ചിട്ടുണ്ട്. പച്ചവെള്ളത്തിൽ തന്നെ കലക്കി വെച്ചിട്ടുള്ളതാണ്. അതും ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പല കളറിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഞാനൊന്ന് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നല്ല നല്ല വീഡിയോസ് ഇനിയും വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.